മതസ്വാതന്ത്ര്യത്തിന് കടിഞ്ഞാനിട്ട് കാനഡയിലെ ലിബറൽ പാർട്ടി. വിശുദ്ധ ബൈബിൾ ഉൾപ്പെടെയുള്ള മതഗ്രന്ഥങ്ങളിൽ നിന്നുള്ള പരാമർശങ്ങൾ സ്വവർഗ വിവാഹം, ഗർഭഛിദ്രം, ട്രാൻസ്ജെൻഡർ മുതലായ വിഷയങ്ങൾക്കെതിരാണെങ്കിൽ അവ വിദ്വേഷ പ്രചാരണമെന്ന് മുദ്രകുത്തി ശിക്ഷ നൽകുവാനാണ് നീക്കം. ലിബറൽ പാർട്ടി ഭരിക്കുന്ന കാനഡയിൽ മാനുഷിക അരാജകത്വമായി വിശ്വാസ സമൂഹങ്ങൾ കാണുന്ന ഗർഭഛിദ്രം, സ്വവർഗ വിവാഹം തുടങ്ങിയവയ്ക്കെതിരായി മതഗ്രന്ഥങ്ങളിലെ പരാമർശങ്ങൾ നടത്തുന്നത് കനേഡിയൻ ബിൽ C9 പ്രകാരം കുറ്റകൃത്യമാക്കാൻ ഒരുങ്ങുകയാണ് രാജ്യം. റിപ്പോർട്ടുകളനുസരിച്ച് നൈതിക വിഷയങ്ങൾ സംബന്ധിച്ച ചില ഭാഗങ്ങൾ പൊതുവേദികളിൽ ഉദ്ധരിക്കുന്നത് വരെ കുറ്റകരമാവുന്ന സാഹചര്യം രാജ്യത്ത് സൃഷ്ടിക്കപ്പെടാമെന്ന് വിമർശകർ പറയുന്നു. ഇതിനിടെ ഒക്ടോബറിൽ ലിബറൽ MP മാർക്ക് മില്ലർ പറഞ്ഞ ചില പ്രസ്താവനകളും വിവാദം ശക്തമാക്കിയിരിക്കുകയാണ്. ബൈബിളിലെ ചില ഭാഗങ്ങൾ വൈരപരമായത് എന്ന് വിളിച്ച മില്ലർ അത്തരം വചനഭാഗങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് നേരെ കുറ്റം ചുമത്തേണ്ട സാഹചര്യം ഉണ്ടാകാമെന്നും പറഞ്ഞിരുന്നു. മതസ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ഇത്തരം നീക്കങ്ങൾ മതവിശ്വാസത്തെ ആക്രമിക്കുകയാണ് എന്നും ക്രൈസ്തവ മതം വെറുപ്പ് നിറഞ്ഞതാണ് എന്ന തരത്തിലുള്ള പ്രചാരണം അംഗീകരിക്കാനാകില്ല എന്നും ആൽബർട്ടയിലെ MLA ഡാൻ വില്യംസ് പ്രതികരിച്ചു. ഭേദഗതി സംബന്ധിച്ച വാർത്ത പുറത്തു വന്നതോടെ മതസ്വാതന്ത്ര്യം, മതഗ്രന്ഥങ്ങൾ വായിക്കുവാനും പങ്കിടുവാനുമുള്ള അവകാശം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് കൺസർവേറ്റീവ് പാർട്ടി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.